കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ചിമ്മിനിക്ക് സമാനമായ ഒരു ഫാബ്രിക്കേറ്റഡ് കോൺ ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് സ്ക്വയർ ടു റൗണ്ട് ജോബുകളെ കുറിച്ചാണ്. അതായത് ഈ പ്ലാൻ അനുസരിച്ച് താഴെ സ്ക്വയറും മുകളിൽ റൗണ്ടുമായിട്ടുള്ള ഒരു ജോബ്, അതിൻ്റെ ഡെവലപ്മെൻറ്റുകൾ എങ്ങനെയിരിക്കും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇത് പ്ലാൻ ആണെന്ന് നിങ്ങൾക്കറിയാം. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ ഞാൻ പ്ലാനിനെ കുറിച്ചും, അതായത് ടോപ്പ് വ്യൂവിനെ കുറിച്ചും എലിവേഷനെ കുറിച്ചും, അതായത് ഇത് എലിവേഷനാണ്, ഫ്രണ്ട് വ്യൂ ആണ്, അതിനെക്കുറിച്ചുമൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. അതുകൊണ്ട് അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇത് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നതെന്ന്, വരച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഈ പ്ലാൻ പ്രകാരം ഈ സമചതുരത്തിൻ്റെ ലെങ്ത്തും വിഡ്ത്തും, നീളവും വീതിയും 800 ആണെന്ന് നമുക്കറിയാം. അതോടൊപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള വൃത്തം മധ്യഭാഗത്താണെന്നും അതിൻ്റെ ഡയമീറ്റർ 400 ആണെന്നും എലിവേഷനിലൂടെ, ഫ്രണ്ട് വ്യൂയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. 800 താഴെ സമചതുരമായിട്ടുള്ളതും 400 മുകളിൽ വ്യാസമുള്ളതുമായ വെർട്ടിക്കൽ ഹൈറ്റ് 500 വരുന്ന, ലംബമായ നീളം, ലംബമായ ഉയരം 500 വരുന്ന ഒരു സ്ക്വയർ ടു റൗണ്ട് ജോബ് ഉണ്ടാക്കണമെങ്കിൽ, പലരും പല പേരുകളിൽ അതിന് പറയാമായിരിക്കാം. സ്ക്വയർ ടു റൗണ്ട് ജോബ് എന്നുള്ളത് പോലെ ട്രാൻസിഷൻ പീസ് എന്ന് പറയുന്നവരുണ്ട്, ഹോപ്പർ എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം സ്ക്വയർ ടു റൗണ്ട് ജോബുകളാണ്. ഇന്ന് നാം ഇപ്രകാരമുള്ള ജോബുകൾ പഠിക്കുന്നത് ആദ്യമായതിനാൽ എൻ്റെ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ പാരലൽ ലൈൻ മെത്തേഡുകളിലൂടെയാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ കോണിക്കൽ ലൈൻ മെത്തേഡുകളിലൂടെയാണ്. ഇന്നു മുതൽ ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ മെത്തേഡിലൂടെ ഡെവലപ്പ് ചെയ്യേണ്ട രീതിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പാരലൽ ലൈൻ മെത്തേഡ് എന്ന് പറയുന്നതും കോണിക്കൽ ലൈൻ മെത്തേഡ് എന്ന് പറയുന്നതും നിങ്ങൾക്കറിയാം. പാരലൽ ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത് പാരലലായിട്ടുള്ള ലൈനുകൾ, സമാന്തരമായിട്ടുള്ള ലൈനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ പൈപ്പുകൾ, റൗണ്ട് പൈപ്പുകൾ, ചതുരാകൃതിയിലുള്ള പൈപ്പുകൾ, ഇവയുടെയൊക്കെ ഡെവലപ്മെൻറ്റുകൾ, വ്യത്യസ്ത പൈപ്പുകളിലേക്ക് വ്യത്യസ്ത ഡിഗ്രിയിൽ കടന്നു വരുമ്പോൾ ഏത് പ്രൊഫൈൽ കട്ടിങ് അതിന് വേണം, ഏത് ആകൃതിയിലുള്ള കട്ടിങ് അതിന് കൊടുക്കണം എന്നുള്ളതൊക്കെ പരാമർശിക്കുന്നതാണ് പാരലൽ ലൈൻ മെത്തേഡ് എന്ന് നിങ്ങൾ എൻ്റെ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കണ്ടിട്ടുള്ളവർ അറിയാം. ഇത് എൻ്റെ 24ാമത്തെ എപ്പിസോഡാണ്. ഫാബ്രിക്കേറ്റഡ് കോൺസ് മലയാളം എന്ന പേരിലുള്ള 24ാമത്തെ എപ്പിസോഡ്. മൊത്തം വീഡിയോകൾ എടുക്കുമ്പോൾ ഇത് 284ാമത്തെ വീഡിയോയാണ്. എൻ്റെ ഈ 284 വീഡിയോകൾക്കും നിങ്ങൾ കിട്ടാൻ വേണ്ടി ജോസഫ് ജൂഡ് കാനാട്ട് നിക്കോളസ് എന്ന യൂട്യൂബ് ചാനലാണ് നിങ്ങളുടെ മൊബൈലിൽ
ടൈപ്പ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മളിന്ന് സ്ക്വയർ ടു റൗണ്ട് ജോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ ഇവിടെ പ്ലാനിനെ കുറിച്ച് പറഞ്ഞു, അതായത് ഫ്രണ്ട് വ്യൂവിനെ ടോപ്പ് വ്യൂവിനെ കുറിച്ച് പറഞ്ഞു, തൊട്ട് താഴെയുള്ള എലിവേഷനെ കുറിച്ച് പറഞ്ഞു, ഫ്രണ്ട് വ്യൂ ആണ്. ഇപ്രകാരമുള്ള രീതിയിൽ വരയ്ക്കുന്നതിന് തേർഡ് ആംഗിൾ പ്രൊജക്ഷനാണ് എന്നാണ് പറയുന്നതെന്ന് അതും ഇതിനു മുമ്പുള്ള ഒരു എപ്പിസോഡിൽ ലഘുവായാണെങ്കിലും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് തേർഡ് ആംഗിൾ പ്രൊജക്ഷനെ കുറിച്ചോ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനെ കുറിച്ചോ അല്ല പറയേണ്ടതെന്നുള്ളതിനാൽ അതിന്റെ വിശദവിവരങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. തേർഡ് ആംഗിൾ പ്രൊജക്ഷനെ കുറിച്ചും ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനെ കുറിച്ചും മറ്റ് ഡ്രോയിങ്ങുകളെ കുറിച്ചും പറയേണ്ട സമയത്ത് ഞാനത് കൂടുതൽ വിശദീകരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ 800 എന്നുള്ള മെഷർമെന്റും 400 എന്നുള്ള ഡയമീറ്ററും ഇതിന്റെ മുകളിലുള്ള റൗണ്ട് മുതൽ താഴെ സമചതുരത്തിലുള്ള 800 വരെ ലംബമായ രീതിയിലുള്ള ഉയരം എന്ന് പറയുന്നത് 500 ആണെന്നും പറഞ്ഞു. ഈ മെഷർമെന്റുകളെല്ലാം, ഈ അളവുകളെല്ലാം സെന്ററിൽ ഉള്ള മെഷർമെന്റ് ആണ്. ബെൻഡിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബെൻഡിങ്ങിന്റെ മെഷർമെന്റുകൾ പലപ്പോഴും നമ്മൾ ആ മെഷർമെന്റുകളിൽ മാർക്ക് ചെയ്ത് ബെൻഡ് ചെയ്താൽ അത് ഇൻസൈഡിലുള്ള മെഷർമെന്റായി പോകും എന്ന് സൂചിപ്പിക്കാൻ ഞാനൊരു ഉദാഹരണം ഇവിടെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു 800 ഔട്ട്സൈഡ് ടു ഔട്ട്സൈഡും പുറവശം മുതൽ പുറകുവരെ 800ഉം 3 mm തിക്നെസ്സുമുള്ള ഒരു പ്ലേറ്റ് ആണ് നിങ്ങൾക്ക് ഈ 4 ബെൻഡിങ്ങുകളിലൂടെ ഉണ്ടാക്കേണ്ടതെങ്കിൽ അതിന്റെ ഹൈറ്റായിട്ട് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് 500 നീളമാണ്. ഒരു ഉദാഹരണം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ഇവിടുത്തെ മെഷർമെന്റുകളെല്ലാം തിക്നെസ്, അതിന്റെ കട്ടി കണക്കുകൂട്ടാതെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ റൗണ്ടിലുള്ള മെഷർമെന്റുകൾ അതിന്റെ സെന്റർ മെഷർമെന്റുകളുമാകും. ബെൻഡിങ്ങുകൾ വരുന്ന ഷാർപ്പൻഡ് ബെൻഡിങ്ങുകൾ വരുന്ന ഇൻസൈഡ് ബെൻഡിങ് മെഷർമെന്റുകളാകും എന്ന് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ സമചതുരത്തിലേക്ക് വന്നത്. 800 ഔട്ട്സൈഡ് ടു ഔട്ട്സൈഡും 3 mm തിക്നെസ്സും കട്ടിയുമുള്ള 500 mm നീളമുള്ള ഒരു ജോബ് നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ബെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും മാർക്ക് ചെയ്യേണ്ടത് 800 അല്ല എന്നറിയാം. കാരണം 800 എന്നുള്ളത് ഔട്ട്സൈഡിലുള്ള മെഷർമെന്റാണ്. അപ്പോൾ ഇൻസൈഡിൽ എത്ര mm വെച്ചാണ് മാർക്ക് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം 800 ന് 3 mm ഇവിടെയും കുറക്കണം, മറ്റൊരു 3 mm ഇവിടെയും കുറക്കണം. അപ്പോൾ അതിന്റെ ഡെവലപ്മെന്റ് പ്രകാരം ഈ കോർണർ മുതലുള്ള ഈ കോർണർ വരെ എത്രയായിരിക്കും? 800 ന് 3 ഉം 3 ഉം 6 കുറച്ച് കഴിയുമ്പോൾ 794 ആയിരിക്കും. ഇതാണ് അതിന്റെ ഡെവലപ്മെന്റ്. 500 നീളവും 500 നീളമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 500 ഹൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, ഉയരമാണ് പറഞ്ഞിരിക്കുന്നത്. 500 ഹൈറ്റും 794 ശേഷം ഒരു ബെൻഡിങ്ങും, ഞാനിവിടെ ബി എന്ന് എഴുതിയിട്ടുണ്ട്. ഇതും ബി ആണ്, ബെൻഡിങ് ആണ്. ഇതും ബി ആണ്, ബെൻഡിങ് ആണ്. അപ്പൊ 794 ശേഷം ഒരു ബെൻഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഷാർപ്പ് ബെൻഡിങ് കിട്ടുന്നു. എൻഡിൽ ഔട്ട്സൈഡിൽ ഷാർപ്പായിരിക്കില്ല, കേർവ്ഡ് ആയിരിക്കും, വർത്തുളാകൃതിയായിരിക്കും. അപ്പോൾ 794 ഒരു പ്രാവശ്യം മാർക്ക് ചെയ്തു, വീണ്ടും 794 മാർക്ക് ചെയ്തു, വീണ്ടും 794 മാർക്ക് ചെയ്തു, വീണ്ടും 794 മാർക്ക് ചെയ്ത സ്ഥലത്ത് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ